കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പൊതുവെയും സർവകലാശാലകൾക്ക് മുകളിലും കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഉരുണ്ടുകൂടിയിരുന്ന കാർമേഘം ചെറിയ തോതിൽ മാറുന്നതിന്റെ ചില സൂചനകളാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 14 സർവകലാശാലകളിൽ പൂർണ്ണസമയ വൈസ് ചാൻസലർമാർ ഇല്ലാതെയായിട്ട് 3-3.5 വർഷങ്ങളായി. അതിൽ 2 സർവകലാശാലകളിൽ പൂർണ്ണസമയ വൈസ് ചാൻസലർമാരുണ്ടായിരുന്നു. ബാക്കിയുള്ള 12 സർവകലാശാലകളും പൂർണ്ണസമയ വൈസ് ചാൻസലർമാരില്ലാതെയാണ് കഴിഞ്ഞ 3-3.5 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് തീർത്തും രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് എന്നുള്ളത് ധാരാളം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർവകലാശാലകളുടെ ഭരണത്തിൽ പിടിമുറുക്കുന്നതിന് ബോധപൂർവം നടത്തിയ രാഷ്ട്രീയ ഇടപെടലുകളാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തിന് മുഖാന്തിരമായത്. അങ്ങനെയുള്ള ഒരു ഇടപെടൽ സർക്കാർ ബോധപൂർവം നടത്തിയപ്പോൾ സർവകലാശാലകളുടെ ചാൻസലറായിരുന്ന ഗവർണർമാർ ആ കാര്യത്തോട് യോജിക്കാതെ വന്നു. ഇപ്പോൾ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ആർലേക്കറിന് മുൻപിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ കാലത്താണ് യഥാർത്ഥത്തിൽ സർവകലാശാല വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുമായി വളരെ കടുത്ത ഏറ്റുമുട്ടലുണ്ടായത്. അതായത് രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചുള്ള അവരുടെ ഇംഗിതമനുസരിച്ചുള്ള ഭരിക്കുന്ന സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ സർവകലാശാലയുടെ തലപ്പത്ത് കൊണ്ടുവരാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമം യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്ന ഒരു നിലപാടാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തത്. അതിന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം സർവകലാശാലകൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ നിയമം അനുസരിച്ച് സ്വതന്ത്ര സ്ഥാപനങ്ങളാണ്, സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ എല്ലാ സർവകലാശാലകളും. ഭരിക്കുന്ന സർക്കാരിന്റെ ഇംഗിതമനുസരിച്ച് രാഷ്ട്രീയ നിയമനങ്ങളല്ല അവിടെ നടക്കേണ്ടത്. അക്കാദമിക വിദഗ്ധന്മാർക്ക് മാത്രം ഇരിപ്പിടം ഒരുക്കേണ്ടതായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ സർവകലാശാലകൾ എന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വർഷങ്ങളായി അനുശാസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ചട്ടങ്ങളാണ് ഇന്ത്യയിലെമ്പാടും നിലവിലിരിക്കുന്നത്. എന്നാൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനത്തിൽ ഇടപെടുന്നു എന്ന് കണ്ടപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർവകലാശാലകളുടെ ഭരണരംഗത്ത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ സർവകലാശാലയിൽ മുൻപ് ഇരുന്ന നിയമങ്ങൾ അനുസരിച്ചും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർവകലാശാലകളുടെ ഭരണരീതി അനുസരിച്ചും എക്കാലവും സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത് UGC ചട്ടങ്ങൾ അനുസരിച്ച് രൂപീകരിക്കപ്പെടുന്ന ഒരു 3 അംഗങ്ങൾ ഉൾപ്പെടുന്ന സെർച്ച് കമ്മിറ്റിയാണ്. ഈ സെർച്ച് കമ്മിറ്റി പരമ്പരാഗതമായി കേരളത്തിൽ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് UGC അനുശാസിക്കുന്ന പാർലമെന്റിൽ പാസാക്കിയ നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടുള്ള UGC അനുശാസിക്കുന്ന ചട്ടമനുസരിച്ച് സെർച്ച് കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിൽ ഒന്നാമത്തെ അംഗം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട സർവകലാശാലയുടെ ചാൻസലർ ആയിരിക്കുന്ന ഗവർണർ നിയമിക്കുന്ന ഒരു പ്രതിനിധി. രണ്ടാമത്തെ പ്രതിനിധി എന്ന് പറയുന്നത് UGC നിർദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു അക്കാദമിക വിദഗ്ധൻ. അത് ഇന്ത്യയിൽ എവിടെ നിന്നുമാകാം. അതാണ് രണ്ടാമത്തെ അംഗം. മൂന്നാമത്തെ അംഗം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട സർവകലാശാലയുടെ ഭരണസമിതികളായ അതോ സെനറ്റ് ആകട്ടെ സിൻഡിക്കേറ്റ് ആകട്ടെ അവർ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധി. അങ്ങനെ 3 പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു സെർച്ച് കമ്മിറ്റിയാണ് സർവ്വതാ യോഗ്യരായ അക്കാദമി വിദഗ്ധന്മാരെ പരസ്യം ചെയ്തോ അപേക്ഷ ക്ഷണിച്ചോ കണ്ടെത്തി കൂടിക്കാഴ്ചയിലൂടെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ 5 അംഗ പട്ടിക ബഹുമാനപ്പെട്ട ചാൻസലർക്ക് നൽകുന്നത്.
ആ 5 അംഗ പട്ടികയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ചാൻസലർ സർവദാ യോഗ്യരായ അക്കാദമിക യോഗ്യതയുള്ള ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആളുകളെ വൈസ് ചാൻസലർമാരായി സർവകലാശാലകൾ നിയമിക്കുന്നത്. എന്നാൽ ഈ നിയമനത്തിലാണ് പിണറായി സർക്കാർ ഇടപെടാനായി ഒളിഞ്ഞും തെളിഞ്ഞും കഴിഞ്ഞ 3-4 വർഷങ്ങളായി ശ്രമങ്ങൾ ആരംഭിച്ചത്. ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ അധികാരം ഒഴിഞ്ഞുപോയ ബഹുമാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലർ അനുവദിച്ചില്ല. അദ്ദേഹത്തിന് ശേഷം വന്നതായിട്ടുള്ള ഇപ്പോൾ ഗവർണറായിരിക്കുന്ന ശ്രീമാൻ ആർലേക്കറും ആ സർക്കാർ ഇടപെടലിനോട് യാതൊരു തരത്തിലും യോജിപ്പുണ്ടായിരുന്നവരല്ല. അങ്ങനെ വന്നപ്പോൾ സർക്കാർ ചെയ്ത ഒരു കടുംവെട്ട് എന്ന് പറയുന്നത് ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിയോഗിക്കേണ്ടതായിട്ടുള്ള സർവകലാശാലകളുടെ പ്രതിനിധികളെ അയച്ചു കൊടുക്കുകയില്ല എന്ന ഒരു നിലപാടെടുത്തു. സർവകലാശാലകളുടെ ഭരണസമിതികളെല്ലാം ഇടതുപക്ഷ അനുഭാവികൾ കൊണ്ട് നിറഞ്ഞതാണ്. അതാണ് കേരളത്തിലെ സർവകലാശാലകളുടെ മറ്റൊരു ദുരവസ്ഥ. അവിടെ സെനറ്റിലും സിൻഡിക്കേറ്റും ഒക്കെ മുഴുവൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളും അവരുടെ സഹയാത്രികരുമാണ്. അപ്പോൾ സർക്കാർ പറയുന്നതിനനുസരിച്ച് ഈറാൻ മൂടികളായി നിൽക്കുന്ന ഈ സർവകലാശാല സമിതിയിലുള്ള ആളുകൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സർവകലാശാലയുടെ പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് ബോധപൂർവം നിയമിക്കാതെ വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സാധ്യമല്ല. സെർച്ച് കമ്മിറ്റി ഇല്ലാതെ വൈസ് ചാൻസലറെ കണ്ടെത്താൻ സാധ്യമല്ല. ആ തരത്തിലുള്ള ഗുരുതരമായ പ്രതിസന്ധിയിലായിരുന്നു ഈ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ 12 സർവകലാശാലകൾ. എന്നാൽ വിദ്യാർത്ഥികളുടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രാർത്ഥന കൊണ്ടാകാം ചെറുതായി മഞ്ഞ് ഉരുകി തുടങ്ങിയിരിക്കുന്നു. ആ ഉരുകലിന്റെ ഭാഗമായിട്ടാണ് ഈ അടുത്ത കാലത്തെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് 2 സർവകലാശാലകളിൽ പൂർണ്ണ സമയ വൈസ് ചാൻസലർമാരെ ചട്ടപ്രകാരം നിയമിച്ച ഒന്ന് കേരള സാങ്കേതിക സർവകലാശാല, 2 ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഈ 2 യൂണിവേഴ്സിറ്റികളും ചട്ടപ്രകാരം അപേക്ഷകരെ ക്ഷണിച്ച് ആമുഖ കാഴ്ച നടത്തി സർവദാ യോഗ്യരായിട്ടുള്ള 2 പേരെ പൂർണ്ണ സമയ വൈസ് ചാൻസലർമാരായി 4 വർഷത്തേക്ക് നിയമിച്ചു. അതോടുകൂടി 14 എന്ന് പറയുന്ന സർവകലാശാലകളുടെ സംഖ്യ 12 ചുരുങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ സാഹചര്യം ഉരുത്തിരിഞ്ഞത്. കാരണം സർക്കാരിന് ഇത് അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അവരുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള അവരുടെ പിണിയാളുകളെ വൈസ് ചാൻസലറാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലെ ബന്ധപ്പെട്ട സെനറ്റും സിൻഡിക്കേറ്റും അവരുടെ പ്രതിനിധിയെ 3 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടത്തി 3-ാം വട്ടം കണ്ടെത്തി സെർച്ച് കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചു. 1ഉം 2ഉം പ്രാവശ്യം തെരഞ്ഞെടുത്ത ആളുകളെ ബോധപൂർവം ഈ സംഘർഷത്തിന്റെ ഫലമായി രാജിവെപ്പിച്ചു. അപ്പോഴും ബോധപൂർവമാണ് ഈ CPM അവിടെ പ്രതിസന്ധി ഉണ്ടാക്കിയത്. അതുകൊണ്ട് വൈസ് ചാൻസലർ നിയമനം നടന്നില്ല. പക്ഷേ വിവേകം വൈകി വന്നപ്പോൾ സർക്കാർ മുട്ടുമടക്കി സർവകലാശാലയുടെ പ്രതിനിധിയെ അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 3 പേരടങ്ങുന്ന സെർച്ച് കമ്മിറ്റി UGC നിബന്ധനകൾ പ്രകാരം കാലിക്കറ്റ് സർവകലാശാലയിൽ രൂപപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ സംഗതികൾ കുറെ കൂടി എളുപ്പമായി. ഈ സെർച്ച് കമ്മിറ്റി ചട്ടപ്രകാരം അപേക്ഷ ക്ഷണിച്ച് 35 പ്രശസ്തരായിട്ടുള്ള അക്കാദമിക വിദഗ്ധന്മാർ അപേക്ഷ നൽകി. അവരുമായി അഭിമുഖം നടത്തി ഈ 5 പേരുടെ ഒരു പട്ടിക തയ്യാറാക്കി. ഈ സെർച്ച് കമ്മിറ്റിയിൽ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള അക്കാദമി വിദഗ്ധന്മാരാണ് ഉണ്ടായിരുന്നത്. സർവകലാശാലയുടെ പ്രതിനിധിയെ കൂടാതെ ചാൻസലർ നിയോഗിച്ച ഒരു അക്കാദമിക വിദഗ്ധൻ, UGCയുടെ പ്രതിനിധിയായി വന്ന ഒരു അക്കാദമി വിദഗ്ധൻ, ഇതെല്ലാം കേരളത്തിന് പുറത്തുള്ളവരാണ്. ഈ 3 പേരടങ്ങുന്ന സെർച്ച് കമ്മിറ്റിയാണ് 35 പേരെ അഭിമുഖം നടത്തി 5 പേരുടെ പട്ടിക ബഹുമാനപ്പെട്ട ചാൻസലറായ ഗവർണർക്ക് നൽകിയത്. ഈ പട്ടികയിലാണ് വളരെ വിചിത്രമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായത്. ഈ 5 പേരുടെ പട്ടിക നൽകിയതിൽ
കേരള ഗവൺമെന്റിന്റെ അനുഗ്രഹത്തോടുകൂടി സർവകലാശാലയുടെ പ്രതിനിധിയായി സെർച്ച് കമ്മിറ്റിയിൽ വന്ന ആൾ സ്വന്തം നിലയിൽ 2 പേരുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി. അതൊന്ന് കാലടി സർവകലാശാലയിലെ ഒരു പ്രൊഫസറും മറ്റൊന്ന് കേരള സർവകലാശാലയിലെ ഹിന്ദി വിഭാഗത്തിലെ ഒരു പ്രൊഫസറും. എന്നാൽ ബാക്കിയുള്ള 2 സെർച്ച് കമ്മിറ്റി അംഗങ്ങളാകട്ടെ അവർ നിർദ്ദേശിച്ചത് ഇപ്പോൾ അവിടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന പി രവീന്ദ്രൻ എന്ന് പറയുന്നതായിട്ടുള്ള വൈസ് ചാൻസലറെയും അതുപോലെ ഐസർ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ഗവേഷണ സ്ഥാപനമായ ആ സ്ഥാപനത്തിലെ ഒരു പ്രൊഫസറെയും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറെയും ഉൾപ്പെടുത്തി അങ്ങനെ 3ഉം 2ഉം 5 പേരടങ്ങുന്ന ഒരു പട്ടികയാണ് ചാൻസലർക്ക് നൽകിയത്. അപ്പോൾ സർക്കാരിന്റെ താല്പര്യം നോക്കണം. സർക്കാരിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർവകലാശാല പ്രതിനിധിയിലൂടെ അവർക്ക് താല്പര്യമുള്ള 2 ആളുകളുടെ പേരുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടത്തിയ ശ്രമം എത്ര ഗൂഢാലോചനയുടെ ഫലമായിട്ടാണെന്ന് കാണണം. എന്നാൽ മറ്റ് 2 പേർ നിർദ്ദേശിച്ച പേരുകൾ യഥാർത്ഥത്തിൽ സർവ്വതാ യോഗ്യതയുള്ള ആളുകളാണ്. അവിടെ വൈസ് ചാൻസലറുടെ ചുമതല വഹിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പി രവീന്ദ്രൻ എന്ന് പറയുന്നത് ആഗോള പ്രശസ്തിയുള്ള ഒരു കെമിസ്ട്രി ഗവേഷണം നടത്തുന്ന ഒരു അധ്യാപകനാണ്, ഗവേഷകനാണ്. ചുരുക്കത്തിൽ പറയട്ടെ, ഗവർണറായിട്ടുള്ള ചാൻസലർ ഈ പട്ടികയിൽ നിന്ന് ഈ സർക്കാരിന്റെ അനുഗ്രഹാശിസോടെ നിർദ്ദേശിക്കപ്പെട്ട 2 പേരുകളും തള്ളിക്കളഞ്ഞ് ഇതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചുമതല വഹിക്കുന്ന അവിടെ തന്നെ കെമിസ്ട്രിയുടെ വകുപ്പ് അധ്യക്ഷനായിരുന്ന പ്രശസ്തനായ രാഷ്ട്രീയ ശാസ്ത്ര ഗവേഷണ പാരമ്പര്യമുള്ള ശ്രീ പി രവീന്ദ്രനെ നിയമിക്കാനുണ്ടായി. അദ്ദേഹം ഒരിക്കലും CPMന്റെ തീട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളോ ഇടതുപക്ഷ അനുഭാവിയോ അല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നിഷ്പക്ഷമായി സർവ്വതാ യോഗ്യനായിട്ടുള്ള ഒരാളിനെ ഗവർണർ തെരഞ്ഞെടുത്തപ്പോൾ സർക്കാരിനേറ്റ ഒരു വലിയ തിരിച്ചടിയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം. അവിടെ നാം കാണേണ്ടത് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഇക്കാര്യത്തിൽ ആശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ യോഗ്യതയുള്ള ആളിനെ ചാൻസലർ നിയമിച്ചിരിക്കുന്നു. യാതൊരു രാഷ്ട്രീയ പരിഗണനയും ഇല്ലാതെ ഗവർണർ നിയമനം നടത്തിയെന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപാട് സന്തുഷ്ടരാണ്. ഡോക്ടർ പി രവീന്ദ്രന്റെ പേരിൽ യാതൊരു തരത്തിലുള്ള ആക്ഷേപമോ പരാതിയോ ഇല്ല. അദ്ദേഹത്തിന്റെ അക്കാദമിക പശ്ചാത്തലം വളരെ പ്രശസ്തമാണ്. അദ്ദേഹം നിലവിൽ വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്നയാളാണ്. അദ്ദേഹം ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെയുള്ള തസ്തിക ഉപേക്ഷിച്ചിട്ടാണ് കേരളത്തിൽ വന്നത്. അപ്പോൾ അർഹിക്കുന്ന യഥാർത്ഥ യോഗ്യതയുള്ള ആളിനെ തന്നെ നിയമിച്ച് അങ്ങനെ കേരളത്തിൽ വൈസ് ചാൻസലർമാരില്ലാതിരിക്കുന്ന സർവകലാശാലകളുടെ എണ്ണം ഇപ്പോൾ 9 കുറഞ്ഞിരിക്കുകയാണ്. 5 സർവകലാശാലകളിൽ ഇപ്പോൾ പൂർണ്ണസമയ വൈസ് ചാൻസലർമാർ 4 വർഷത്തേക്ക് നിയമിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുമുള്ള 9 സർവകലാശാലകളിലും ചട്ടപ്രകാരം രാഷ്ട്രീയക്കാരെ കുത്തി നിറയ്ക്കാതെ ഇതുപോലെ സുതാര്യമായി വൈസ് ചാൻസലറെ നിയമിച്ചാൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 3.5 വർഷമായി ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ അസ്തമിച്ചു പോകുമെന്നുള്ളതാണ് വിദ്യാർത്ഥി സമൂഹവും രക്ഷിതാക്കളും പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെയും കേരള യൂണിവേഴ്സിറ്റിയിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള പ്രാഥമിക നടപടികൾ ഇപ്പോൾ ചാൻസലർ എടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഈ സർക്കാരിന് 2-3 മാസത്തെ കാലാവധിയേ ഉള്ളൂ. അതിനകം ഒരുപക്ഷെ നടന്നു എന്ന് വന്നേക്കാം. ഇല്ലെങ്കിൽ പുതിയ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വിവേകത്തോടുകൂടി രാഷ്ട്രീയക്കാരെ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കാതെ അക്കാദമി വിദഗ്ധരുടെ ഒരു താവളമാക്കി സർവകലാശാലകളെ മാറ്റും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അതാണ് എല്ലാവരും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്.